എന്നെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ ഈ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയെടുത്ത് എന്നെ വേട്ടയാടിയ ഒരു പാർട്ടിയാണ് CPM. കീഴ്ക്കോടതികളിൽ നിന്നെല്ലാം നമുക്ക് അനുകൂലമായ വിധി വന്നിട്ടും ഹൈക്കോടതിയിൽ പോയി വളരെ ഏറെ നീണ്ടുപോയി. ഈ കേസ് ഒരുപാട് നീണ്ടുപോയി. ഇതിന് മുമ്പേ തന്നെ വിധി പറയേണ്ടതായിരുന്നു. എത്രയോ നമ്മളിങ്ങനെ കാത്തിരുന്നതാണ് നമ്മൾ ഈ ഒരു കേസ്. കാരണം ചോദിച്ചാൽ എൻ്റെ തലക്ക് മുകളിൽ ഒരു വാള് കെട്ടിത്തൂക്കിയതുപോലെയാണ് എൻ്റെ മനസ്സ്. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി, എന്നെ ഒരു ക്രിമിനൽ ലീഡറാക്കി, എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എനിക്ക് ഒരു മോചനം കിട്ടിയ ഒരു വിധിയാണ് ഈ വിധി. അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയാൽ പിന്നെ അപ്പീൽ കേൾക്കുമ്പോൾ അത് വിട്ടുകളിയില്ലല്ലോ. അപ്പീൽ കേട്ട് അത് സത്യസന്ധമാണ്, എൻ്റെ വാദവും എൻ്റെ നിലപാടും എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ കോടതി ഇത് വിട്ടത്. ഇനി അതിന് ആളുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ, CBI കണ്ടുപിടിക്കട്ടെ, സർക്കാർ കണ്ടുപിടിക്കട്ടെ. അത് അവർ ഉത്തരവാദിത്വമാണ്. എനിക്കതിലൊരു പ്രശ്നമില്ല. ആ പ്രവർത്തനത്തിൽ ഒരു പരിഹാരമില്ല. അതവർ നിശ്ചയിച്ചോട്ടെ. ആയിക്കോട്ടെ, പോകാൻ പറ്റുമെങ്കിൽ സുപ്രീം കോടതി പോട്ടെ. അവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനും മത്സരിക്കാം. ആരോട് പറയാൻ? പാപം EP